ഇപ്പൊ ഞമ്മളെ കണ്ട സാക്ഷാൽ മമ്മൂട്ടിയാണെന്നേ പറയൂ. എന്തൊരു ഗ്ലാമറാണ്. ഒരു ചായ കുടിച്ചാലോ? ഏയ് ചായ ലോക്കൽ, നാട്ടിൽ ചെന്നിട്ടാവാം. ഇവിടുന്ന് വേറെ വല്ലതും കഴിക്കാം. ഒരു പെസ്പി. അത് ശരി, ഈ ടൗണിൽ കച്ചവടം ചെയ്യുന്ന ആളായിട്ട് പെസ്പി എന്താണെന്ന് അറിയില്ലടോ? എടോ പെസ്പി, കുടിക്കണ പെസ്പി, നല്ല തണുപ്പുള്ളായിക്കോട്ടെ. പെപ്സിയാണോ ഉദ്ദേശിച്ചത്? അതന്നെ, ടൗണിൽ ഇനി ഇങ്ങനെ പറയാ. പടച്ചോനെ, എങ്ങനെയാണ് കുടിച്ചു തീർക്കുക? എത്ര പൈസയാണ് മോനെ? അല്ലാ, ഞമ്മളെ പോക്കറ്റ് അടിച്ച്, ഞമ്മളെ പൈസ പോക്കറ്റ് അടിച്ച് മോനെ. ഞമ്മളെ പൈസ കംപ്ലീറ്റ് പോയി. ഇതുപോലുള്ള നമ്പറുമായിട്ട് ദിവസവും പലരും വരുന്നതാ. മര്യാദക്ക് കാശെടുക്ക്, അല്ലെങ്കിൽ തല്ല് കിട്ടുന്നത്. തല്ലിയാൽ എങ്ങനെയാണ് മോനെ പൈസ ഉണ്ടാവുക? വല്ലാത്ത കഷ്ടമല്ലത്. വേഷം കണ്ടപ്പോ ഞാൻ കരുതി വലിയ സുജായി ആയിരിക്കും. ഏതായാലും ആ കണ്ണട ഊരി തന്നേക്ക്, കാശും കൊണ്ട് വന്നിട്ട് തിരിച്ചെടുത്തോ. പടച്ചറപ്പിലാലിവനായി തമ്പുരാനെ, വണ്ടിക്കാശിന് പാരവണാണ് ചോദിക്കുക. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. ജെട്ടികൾ, ജെട്ടികൾ, ജെട്ടികൾ. വെറും 100 രൂപ. അമിതാഭ് ബച്ചൻ ഉപയോഗിക്കുന്ന ജെട്ടിയാണിത്. വെറും 100 രൂപ മാത്രം. വൈണ്ട് സുഹൃത്തുക്കളെ, കടന്നു വരൂ, കടന്നു വരൂ. ജെട്ടി വെറും 50 രൂപ. മിസ്റ്റർ ഗഫൂർ ഉപയോഗിക്കുന്ന ജെട്ടിയാണിത്. ഈ അവസരം ഉപയോഗപ്പെടുത്തൂ. ഇതാ മിസ്റ്റർ ഗഫൂർ ഉപയോഗിക്കുന്ന ജെട്ടി വെറും 50 രൂപ. ആരാണ് ഈ ഗഫൂർ? നമ്മളെന്നെ. അല്ലാ.